പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അരവിന്ദേട്ടൻ ഗൾഫിൽ കൊണ്ടുപോകാറുള്ള ആ പഴയ പെട്ടിയെടുത്ത് വെച്ച് തുറന്ന് അതിൽ വെച്ച പൊട്ടിയ ചെയിൻ തിരയുകയാണ് ശാരദ. കൂടെ കാവേരിയുമുണ്ട്. അരവിന്ദേട്ടൻ പോയി, ഞാൻ ജീവനോടെ ഉള്ളത് കൊണ്ടാ ഈ ഓർമ്മകളുടെ കാര്യമൊക്കെ നീ അറിയുന്നത് തന്നെ. ഞാൻ കൂടി പോയാൽ ഈ ഓർമ്മകൾ കൂടി മരിക്കും. പിന്നെ ആ ചെയിൻ ഒരു ലോഹം മാത്രമാണ്. ആ വിലയാണോ നിളമോളുടെ ജീവനുള്ളത് എന്ന് ചോദിച്ച് പെട്ടി തിരഞ്ഞുകൊണ്ട് ചെയിൻ കാണുന്നില്ലല്ലോടി എന്ന് ശാരദ പറയുന്നുണ്ട്. ഇങ്ങ് താമേ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് കാവേരി പെട്ടി തിരയുമ്പോഴാണ് അതിൽ നിന്നൊരു മൊബൈൽ കണ്ടെടുക്കുന്നത്. അമ്മേ എന്നവൾ അമ്പരപ്പോടെ വിളിക്കെ അതച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന മൊബൈലാ എന്നമ്മയും പറയുന്നുണ്ട്. ഇത് ഇതിനകത്തുണ്ടായിരുന്നു എന്നവൾ ചോദിക്കെ ഇത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു എന്ന് അമ്മയും. ഇതെന്താ അമ്മ നേരത്തെ പറയാതിരുന്നത് എന്നവൾ ചോദിക്കെ അതെന്തിനാ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ. ഇത് പഴയതല്ലേ, അച്ഛൻ സംസാരിച്ചിരുന്ന ഫോണല്ലേ, ആരും എടുക്കണ്ട, അതവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതിയെന്ന് അമ്മയും. അമ്മേ ഈ ഫോൺ ഞാൻ എടുത്തോട്ടെ, നോക്കിയിട്ട് തിരിച്ചു തരാമെന്ന് കാവേരി പറയുന്നു. ഭദ്രമായി തിരിച്ചേൽപ്പിക്കോ എന്നമ്മ ചോദിക്കെ എന്നവളും. ശാരദ വീണ്ടും പെട്ടിയിൽ ചെയിൻ തിരയുമ്പോഴേക്കും മൊബൈൽ നോക്കി കാവേരിയും ഇതിലിപ്പോഴും ചാർജ് ഉണ്ടല്ലോ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ചാർജ് ചെയ്ത് വെക്കുന്നതാ, തുറക്കുമ്പോ കാണുന്നത് എന്റെ പടമാ, പിന്നെ നമ്മളെല്ലാരും കൂടിയുള്ള കുറെ ഫോട്ടോയും ഉണ്ട് എന്നമ്മ പറയുമ്പോഴേക്കും ആ ചെയിൻ കിട്ടുകയാ. അത് ശരി, ഇത്രയും നേരം എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കായിരുന്നല്ലേ എന്നാ ചെയിനും പൊക്കി പിടിച്ച് ശാരദ പറയുകയാ. കാവേരിയുടെ മനസ്സിലപ്പോൾ ജയപാലന്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. അരവിന്ദനെ ഞാൻ പറ്റിച്ചത് തന്നെയാ, നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്യ്, പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ എവിടെന്ന് വെച്ചാ പോ, ഈ ഭൂമി അത് തിരിച്ചു വാങ്ങുന്നതേ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെയുള്ള ജയപാലിന്റെ വെല്ലുവിളി അവൾ ഓർത്തെടുക്കുകയാ. പിന്നീട് രാവിലെ ആവുമ്പോ ഗംഗയും കാവേരിയും ടെൻഷനോടെ സീറ്റൗട്ടിൽ നിൽക്കുമ്പോഴാണ് വിനീത് അങ്ങോട്ട് വന്ന് എന്തുപറ്റി, രണ്ടുപേരും കടുത്ത ചിന്തയിലാണല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നത്. നിളയുടെ ഓപ്പറേഷന്റെ കാര്യമാ വിനീതേട്ടാ, പണം വേണമല്ലോ എന്ന് കാവേരി പറയേ. നമുക്ക് വീട് പണയം വെച്ചാലോ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അത് നടക്കോ എന്ന് വിനീത് ചോദിക്കേ. അതെന്താ നടക്കാത്ത എന്ന് ഗംഗ. വിനീതേട്ടൻ ചോദിച്ചാലും കാര്യമുണ്ട് ഗംഗേച്ചി, അച്ഛന്റെ പേരിലല്ലേ വീട് എന്ന് കാവേരി പറയേ. എന്നാലും അമ്മയ്ക്ക് അതിൽ അവകാശമില്ലേ എന്ന് ഗംഗ. അതുണ്ട്, പക്ഷേ പണം തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ എന്ന് ബാങ്കുകാർ അന്വേഷിക്കില്ലേ എന്ന് കാവേരി പറയേ. വീടും സ്ഥലവും ഒക്കെ പണയത്തിലെടുക്കുന്ന ബ്ലേഡുകാരുണ്ടല്ലോ കാവേരി, നമുക്ക് ആ വഴിയൊന്ന് നോക്കിയാലോ എന്ന് വിനീത് ചോദിക്കുക. അത് വേണ്ട വിനീതേട്ടാ, അവരൊക്കെ വീട് എങ്ങനെയെങ്കിലും അവരുടെ കൈക്കലാക്കാനേ നോക്കൂ. അല്ല, പണത്തിന് വേണ്ടി ഇത്ര തല പുകഞ്ഞാലോചിക്കാൻ നമ്മൾ അത്ര ഗതികെട്ടവരൊന്നും അല്ലല്ലോ എന്ന് കാവേരി പറയുന്നതിൽക്കെ പണത്തിന് പണം തന്നെ വേണ്ടടി എന്ന് ഗംഗയും ചോദിക്കുക. അച്ഛൻ നമുക്ക് വേണ്ടി വാങ്ങിച്ച തോട്ടമില്ലേ, എത്ര ലക്ഷത്തിന്റെ മൂല്യമുണ്ട് അതിന് എന്ന് കാവേരി പറയേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്, അച്ഛൻ നമുക്ക് വാങ്ങിച്ച തോട്ടമോ, അതിപ്പോ ജയപാലിന്റെ കയ്യിലല്ലേ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ജയപാലിന്റെ കയ്യിലാണെന്നല്ലേ ഉള്ളൂ, അതിന് പണം മുടക്കിയത് നമ്മുടെ അച്ഛനല്ലേ എന്ന് കാവേരി. എടി, അത് നമ്മൾ അവകാശപ്പെടാന്നല്ലാതെ മറ്റാരെങ്കിലും സമ്മതിച്ചു തരുമോ? ജയപാലൻ അവിടെ ഭൂമി പൂജ നടത്താൻ പോയപ്പോ തടയാൻ നമ്മൾ പോയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഒടുവിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോഴും അവര് പറഞ്ഞത് തെളിവ് വേണമെന്നല്ലേ എന്ന് ഗംഗ ചോദിക്കേ. കാവേരിയും ആലോചനയോടെ നിന്ന് തെളിവ് വേണം അല്ലേ എന്ന് പറഞ്ഞവൾ ആ മൊബൈലിന്റെ കാര്യം ഓർത്തെടുക്കുകയാണ്. എന്താടി, എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ നിനക്ക് എന്ന് ഗംഗ ചോദിക്കേ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഗംഗച്ചി എന്ന് കാവേരിയും പറയുന്നുണ്ട്. എന്തോ എനിക്കതിലത്ര പ്രതീക്ഷ തോന്നുന്നില്ല എന്ന് ഗംഗ പറയുന്നതൊക്കെ തോട്ടത്തിന്റെ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കാമെന്ന് ഗംഗച്ചി വാക്കു തന്നിട്ടുള്ളതാ എന്ന് കാവേരിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടെ നിൽക്കില്ലെന്ന് ആരാ പറഞ്ഞേ, കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ നീ ഈ പറയുന്നത് പോലെ തോട്ടത്തിന്റെ പണമൊക്കെ വാങ്ങിച്ചെടുക്കണമെങ്കിൽ അതിന് സമയമെടുക്കും. നമ്മളിപ്പോ തോട്ടത്തിന്റെ പുറകെ പോവാനല്ല, നിളയുടെ ഓപ്പറേഷൻ നടത്താനാണ് നോക്കേണ്ടത് എന്ന് ഗംഗ ഓർമ്മിപ്പിക്കേ. ശരി ഗംഗേച്ചി, സമ്മതിച്ചു, തോട്ടത്തിന്റെ കാര്യം വിട്ടേക്ക്, നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണത്തിന് വേറെന്താ വഴി എന്ന് കാവേരി ചോദിക്കുക. ഇപ്പൊ വഴിയൊന്നും കാണുന്നില്ല, പക്ഷേ എന്തെങ്കിലും വഴി കണ്ടെത്തിയല്ലേ പറ്റൂ എന്ന് ഗംഗ പറയേ. ആ വഴി ഇതാകുന്നതിൽ എന്താ കുഴപ്പമെന്നാ എന്റെ ചോദ്യമെന്ന് കാവേരി. അതൊന്നും എളുപ്പം നടക്കില്ലെന്ന് നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ എന്ന് ഗംഗ ചോദിക്കേ. അല്ല ഗംഗച്ചി, നിളയുടെ ഓപ്പറേഷൻ ആ തോട്ടത്തിന്റെ പണം കൊണ്ട് തന്നെ നടക്കണം. 4 പെൺകുട്ടികളെ ജനിപ്പിച്ചിട്ട് ഗൾഫിൽ പോയി സുഖിക്കുകയല്ലായിരുന്നു നമ്മുടെ അച്ഛൻ. രാവും പകലും നമ്മുടെ നല്ല ഭാവിക്കും ജീവിതത്തിനും വേണ്ടി പണിയെടുക്കുമായിരുന്നു. അതിൽ നിന്നൊരു ചില്ലി പൈസ പോലും ഒരു ചെന്നായും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അച്ഛന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർ അനുഭവിച്ചിട്ട് നമ്മുടെ നിളക്കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടണോ? അവളുടെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെയാ തന്റെ ഹൃദയം തുടിക്കുന്നതെന്ന് ഒരു ഉറപ്പ് നാളെ നിളയ്ക്കും വേണം ഗംഗച്ചി, അത് ഞാൻ നടത്തി കൊടുക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് കാവേരി അകത്തേക്ക് കയറി പോവുകയാ. ടെൻഷനോടെ പരസ്പരം നോക്കി നിൽപ്പ വിനീതും ഗംഗയും. പിന്നീട് ആ മഴയത്ത് കുടയും ചൂടി കാവേരി തോട്ടത്തിലേക്ക് ചെല്ലുകയാ. അവിടെ വെച്ച് ശിവരാമേട്ടനെ കാണുന്നവൾ ശിവരാമേട്ടാന്ന് നീട്ടി വിളിക്കുക. ശിവരാമേട്ടൻ അവളുടെ അരികിലേക്ക് വന്ന് എന്താ കുഞ്ഞെ, ജയപാലൻ സാർ ഇവിടെ ഇല്ലെന്ന് പറയുന്നു. ഞാൻ ജയപാലിനെ കാണാൻ വന്നതല്ല, ശിവരാമേട്ടനെ കാണാൻ വന്നതാ എന്ന് കാവേരി.
എന്നെയോ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെയോ എന്റെ ഭാര്യയുടെ പിന്നാലെ നടന്ന ഒരു കാര്യവും കിട്ടാൻ പോണില്ല. വെറുതെ സമയം മെനക്കെടുത്താതെ പോ കൊച്ചേ എന്ന് പറയേ. കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാല് ശിവരാമേട്ടന്റെ ഭാരതി ചേച്ചിയുടെയും കയ്യില് കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നല്ല അതിനർത്ഥം എന്ന് കാവേരിയും ചോദിക്കുക. അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ, എല്ലാരും പറയാറുണ്ട് ജയപാലന്റെ കാവൽ പട്ടിയ ശിവരാമൻ എന്ന്. അതൊരു അപമാനമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മനുഷ്യനേക്കാൾ നന്ദിയുള്ള മൃഗമാ നായ. തിന്ന ചോറിനത് കൂറു കാണിക്കും. ചാവുന്ന കാലം വരെ ശിവരാമൻ അങ്ങനെയായിരിക്കും. ശിവരാമന്റെ നാവിന്ന് ഒരു വാക്ക് വീണ് കിട്ടുമെന്ന് കുഞ്ഞു കരുതണ്ട എന്ന് ശിവരാമൻ തീർത്തു പറയേ. അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ ഈ അന്വേഷണത്തിനുള്ള മറുപടി ശിവരാമേട്ടന്റെ വാക്കുകളിലുണ്ട് എന്ന് കാവേരിയും പറയുക. കുഞ്ഞൊന്ന് പോയേ, എനിക്ക് വീട്ടിൽ പോണമെന്ന് പറഞ്ഞ് ശിവരാമൻ നടന്നു തുടങ്ങുകയാ. കാവേരി എപ്പോഴേക്കും അച്ഛന്റെ മൊബൈൽ തന്റെ ബാഗിൽ നിന്നെടുത്ത് അതിലുള്ളൊരു വോയിസ് ഉറക്കെ കേൾപ്പിക്കുകയാ. ഹലോ എടാ, ഇത് ഞാനാടാ അരവിന്ദൻ. തന്റെ തോട്ടത്തിലെ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നില്ലേ? ഇന്ന് അരവിന്ദന്റെ ആ ശബ്ദം കേൾക്കെ ശിവരാമനും തിരിഞ്ഞു നിന്ന് നോക്കുക. ഈ ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ നടത്താനാ എന്റെ പ്ലാൻ. തോട്ടത്തിന്റെ പേർക്കുള്ള പൈസ മുഴുവനായി കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിന്നോട് എന്തിനാ പറയുന്നത്? ഇയാള് തന്നെ ആവുമല്ലോ ജയപാലിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഓണർക്ക് കൊണ്ടു കൊടുത്തത്. പിന്നൊരു രഹസ്യം കൂടിയുണ്ട്. രജിസ്ട്രേഷൻ എന്റെ പേരിൽ മാത്രമല്ല തന്റെ പേരിലും ഉണ്ട്. എട്ടണ്ട, എനിക്കും കുടുംബത്തിനും കൂടി 5 ഏക്കർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലൊരു 10 സെന്റ് നിനക്കും കിടക്കട്ടെ എന്ന് അരവിന്ദൻ പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ കാവേരിയുടെ അരിയിലേക്ക് നടന്നടക്കുകയാണ് ശിവരാമൻ. വയസ്സുകാലത്ത് എനിക്ക് മാത്രമല്ലല്ലോ വിശ്രമം വേണ്ടത്. എനിക്കും ജയപാലിനു വേണ്ടി പണിയെടുത്താ നിനക്കും വേണ്ടേ സ്വസ്ഥമായി കിടന്നുറങ്ങാനൊരു വീട്? നിനക്കും ആവട്ടെ. പിന്നെ നിന്റെ കാലിലൊരു വയ്യായികയൊക്കെ ഉള്ളത്. നിന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയൊന്നും ചെയ്യിക്കേണ്ടെന്ന് ഞാൻ ജയപാലിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്താലും ഇല്ലെങ്കിലും എല്ലാ മാസവും ജയപാലിന്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് തരാൻ 15,000 ഉറുപ്പ്യ ഞാൻ അയക്കാറുണ്ട്. അത് നീ കൃത്യമായി വാങ്ങിയെടുത്തോളണം. കയ്യിലുള്ള കാശ് ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന് വിചാരിക്കുന്നയാളാ ജയപാലൻ. അത് നിനക്കറിയാലോ. ഭാരതിക്കും നിനക്കും സുഖം തന്നെയല്ലേ? അടുത്ത തവണ വരുമ്പോ നിന്റെ നമ്പർ എനിക്ക് തരാമെന്ന് പറയുന്നതല്ലാണ്ട് ജയപാലൻ എപ്പോഴും അത് മറക്കും. അതുകൊണ്ടാ ഈ മെസ്സേജ് ഞാൻ ജയപാലൻ അയക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് ഓണത്തിന് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞ് ആ വോയിസ് നിർത്തുകയാണ്. കാവേരിയും ശിവരാമനോടായി പറയുന്നുണ്ട്, അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണാ കഴിഞ്ഞ ദിവസം അച്ഛന്റെ പെട്ടിയിൽ നിന്നും കിട്ടി. മനുഷ്യനേക്കാളും നന്ദിയുള്ള മൃഗം നായാണല്ലോ അല്ല ശിവരാമേട്ട? ഉണ്ണുന്ന ചോറിനത് നന്ദി കാണിക്കില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിച്ച് കാവേരി നടന്നു നീങ്ങുകയാ. അപ്പോഴാണ് ശിവരാമൻ കുഞ്ഞെ എന്ന് വിളിക്കുന്നത്. കാവേരി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശിവരാമൻ അവളുടെ അരികിലേക്ക് ചെന്ന്, ചതിച്ചതാ കുഞ്ഞെ. കുഞ്ഞിന്റെ അച്ഛനെ മാത്രമല്ല എന്നെയും ചതിച്ചതാ ആ ചെറ്റ. അരവിന്ദൻ സാറ് നല്ല മനുഷ്യനായിരുന്നു. എപ്പോ ഗൾഫിൽ നിന്ന് വന്നാലും ഷർട്ടിന്റെ തുണിയും സ്പ്രേയും ഒക്കെ കൊണ്ടു തരുമായിരുന്നു. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ സമയത്ത് മുഴുവൻ ചെലവും ഏറ്റെടുത്തത് സാറാ. പക്ഷേ അരവിന്ദൻ സാറുമായി ഒരു അടുപ്പമുണ്ടാകാതിരിക്കാൻ എന്നെ മാറ്റി നിർത്തുകയായിരുന്നു ആ ജയപാലൻ. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എനിക്ക് മാസം തോറും 15,000 രൂപ അയക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് കഴിയുമായിരുന്നു ഞാനും ഭാരതിയും. ഈ വയ്യാത്ത കാലം വെച്ച് പണിക്കിറങ്ങേണ്ട ഗതികേട് വരില്ലായിരുന്നു. എന്റെ പിച്ചപാത്രത്തിലും കൈയിട്ട് വാരിയില്ലേ ആ പരമ തെണ്ടി? കരഞ്ഞു പറഞ്ഞു ചോദിച്ചാലാ വല്ലപ്പോഴും 1000-ഓ 2000-ഓ തരുന്നത്. അതും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു തരുന്നെന്നാ ആ ദ്രോഹി പറഞ്ഞത്. അരവിന്ദൻ സാറിനെ ചതിച്ചവൻ എന്നെയും ചതിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാ എന്റെ തെറ്റ് എന്ന് ശിവരാമേട്ടൻ പറയുന്നവർക്ക് ശിവരാമേട്ടൻ എന്താ പറഞ്ഞത്? അച്ഛനെ ചതിച്ചെന്നോ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. ഇനി അതൊക്കെ തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇത്രയും കാലം ഞാനൊന്നും പറയാതിരുന്നതേ ജയപാൽ എന്ന പിശാചിനെ പേടിച്ചിട്ട്, അരവിന്ദൻ സാറിനെ കൊന്ന പോലെ എന്നെയും കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് എന്ന് ശിവരാമേട്ടൻ പറയുന്നവർക്ക് ഞെട്ടലൂടെ അച്ഛനെ കൊന്നോ എന്ന് കാവേരിയും ചോദിക്കുക. എന്റെ കയ്യിലുള്ള കുട വലിച്ചെറിഞ്ഞ് ശിവരാമേട്ടന്റെ ഷർട്ടിന്റെ കോളറിനോട് പിടിച്ച്, പറ ശിവരാമേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞത്? പറയാൻ എന്താ പറഞ്ഞേ എന്ന് കാവേരി ചോദിക്കുക. അതെ കുഞ്ഞെ, സത്യമാണ്. കൊന്നത് തന്നെയാ. പൊന്നുപോലെ മനസ്സുള്ള ആ മനുഷ്യനെ കൊന്നതാ എന്ന് ശിവരാമേട്ടൻ പറയുന്നവർക്ക് ഒരു മരവിപ്പോടെ നിൽക്കുകയാണ് കാവേരി. മറ്റുള്ളവരോടൊക്കെ അരവിന്ദൻ സാറിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറഞ്ഞത്. പക്ഷേ അതൊരു കൊലപാതകമായിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് അരവിന്ദൻ സാർ ഇവിടെ വന്നിരുന്നു ഈ തോട്ടത്തില് എന്ന് പറഞ്ഞ് ശിവരാമൻ അക്കാര്യം ഓർത്തെടുത്ത് പറയുകയാ. ജയപാലിനോട് അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമെന്നല്ലേ പറഞ്ഞത്? അത് കേട്ട് ജയപാലും, അത് പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് അരവിന്ദൻ. തിരക്കിനിടയിൽ ഞാനത് തന്നോട് പറയാൻ വിട്ടുപോയത്. തോട്ടത്തിനു വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചയാളെ ഹോസ്പിറ്റലിലാണ്, കോമ സ്റ്റേജ് എന്നാ ഡോക്ടർമാർ പറയുന്നത് എന്ന് ജയപാലം പറയുന്നതൊക്കെ താങ്ങാനാവാതെ അരവിന്ദൻ കുഴഞ്ഞു വീണതുമൊക്കെ ശിവരാമൻ കാവേരിയോട് പറയുകയാണ്. ചങ്കു തകർന്ന മോളെ, അരവിന്ദൻ സാർ ഇവിടുന്ന് പോയത്. ആ വേദനയില അരവിന്ദൻ സാറ് ഹൃദയം പൊട്ടി മരിച്ചത് എന്ന് ശിവരാമേട്ടൻ കരച്ചിലോടെ പറയുന്നതുകൾക്ക് കാവേരിയുടെ മനസ്സിലേക്ക് വെള്ള പുതപ്പിച്ചു കിടത്തിയ അച്ഛനാണ് കടന്നു വരുന്നത്. ആ മൃതദേഹത്തിനരികിലിരുന്ന് ജയപാലൻ പൊട്ടിക്കരഞ്ഞതും അവൾ ഓർത്തെടുക്കുകയാണ്. ഒരു മരവിപ്പോടെ അതെല്ലാം ഓർത്തു നിൽക്കുന്ന അവളെ
മോളെ എന്ന് ശിവരാമൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അതേ നിൽപ്പ് തന്നെയാ. വീണ്ടും ശിവരാമേട്ടൻ മോളെ എന്ന് അവളെ തട്ടി വിളിക്കെ ആ മരവിൽപ്പിൽ നിന്ന് മാറി അവളും അച്ഛ എന്ന് വിളിച്ച് അലറിക്കരയുന്നുണ്ട്. സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് അച്ഛ എന്ന് വിളിച്ച് അവൾ താഴേക്ക് കുഴഞ്ഞിരിക്കുമ്പോഴേക്കും മോളെ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. പക്ഷേ ജയപാലൻ ഇത്രയും ക്രൂരനാണെന്നും അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നെറുകേട് പറയുമെന്നും നന്ദി കെട്ട രീതിയിൽ പെരുമാറാനുള്ള ചങ്കുറപ്പ് അയാൾക്കുണ്ടാവുമെന്നും ഞാൻ കരുതിയില്ല. പാവം എന്റെ അച്ഛൻ എന്നവൾ സങ്കടത്തോടെ വിതുമ്പിക്കൊണ്ട് പറയുന്നു. കരയാതെ മോളെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുക ശിവരാമേട്ട. തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കാവേരിയും ഇല്ല ശിവരാമേട്ട, അച്ഛന് വേണ്ടി ഒഴുക്കുന്ന അവസാനത്തെ കണ്ണുനീരാ ഇത്. അച്ഛനെ ഓർത്ത് കാവേരി ഇനി കരയില്ല. ഇനി കരയാൻ പോകുന്നത് എന്റെ അച്ഛന്റെ വിയർപ്പിന്റെ വിലയായ ഈ തോട്ടം തട്ടിയെടുത്ത ആ ചെന്നായിയാ. തോട്ടം മാത്രമല്ലല്ലോ, എന്റെ അച്ഛന്റെ ജീവൻ കൂടിയല്ലേ അയാൾ തട്ടിയെടുത്തത്. ജയപാലൻ പറയേണ്ടത് പണത്തിന്റെ കണക്ക് മാത്രമല്ല, ഓരയുടെ കണക്ക് കൂടിയാ. പറയിക്കും ഞാൻ എന്ന് കാവേരി ഉറപ്പിച്ചു പറയിക്കണം മോളെ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. ആ ചെകുത്താൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, അവസാന ശ്വാസം വരെയും ഈ ശിവരാമൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവളുടെ കൈ കവർന്നെടുത്ത് ഉറപ്പ് നൽകുകയാ ശിവരാമേട്ടൻ. അവിടെ ശാരദയുടെ കൂടെ സോഫയിൽ ഇരിക്കുകയാണ് നിള. ഗംഗ അവൾക്കുള്ള ഫുഡുമായി വന്ന് മോളെ എഴുന്നേറ്റിരിക്ക്, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിക്കുക. വിശപ്പില്ല ചേച്ചി എന്ന് നില പറയെ. വിശപ്പൊക്കെ വന്നോളൂ, നമുക്ക് കുറേശ്ശെ കഴിക്കാം എന്ന് പറഞ്ഞവൾ നിളയ്ക്ക് ചോറ് വാരി കൊടുക്കുകയാ. ഗംഗേച്ചി എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിള ചോദിക്കേ. മോൾക്ക് എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലെന്ന് ഗംഗയും. പിന്നെന്താ എന്നെ സ്കൂളിൽ വിടാത്തത് എന്നവൾ ചോദിക്കേ. അത് മോളുടെ അസുഖം മാറിക്കോട്ടെ എന്ന് കരുതി എന്ന് ഗംഗയും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അസുഖമുണ്ടല്ലേ എന്നവൾ ചോദിക്കേ. അസുഖം എന്ന് പറഞ്ഞാലേ ഈ പനിയും ജലദോഷവും ഒക്കെ ഇല്ലേ, അതുപോലൊരു കുഞ്ഞസുഖം, ഒരു ഉറുമ്പിൻ കാലിനോളമുള്ള അസുഖം. അതും കൂടി മാറിയിട്ട് സ്കൂളിൽ വിട്ടാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞു. അപ്പൊ നിളമോള് മിടുക്കി കുട്ടിയാവുമെന്ന്. അത് കേട്ട് നിളയും എന്തിനാ എന്നെ ആശുപത്രി കൊണ്ടുപോയത് എന്ന് ചോദിക്കേ. അത് മോള് സ്കൂളിൽ തല ചുറ്റി വീണോണ്ടല്ലേ. എങ്ങനെയാ തല ചുറ്റിയത് എന്ന് നിളയും ചോദിക്കും. അത് മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടാ. രാവിലെ വയറു കാഞ്ഞ് സ്കൂളിൽ പോകരുതെന്ന് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ. കഴിക്കെന്ന് പറഞ്ഞ് ഗംഗ വീണ്ടും കൊടുക്കുമ്പോഴേക്കും വേണ്ട ഗംഗേച്ചി മതിയായി എന്ന് നിളയും. ശരി ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിക്കണമെന്ന് ഗംഗ അവളെ വെള്ളം കുടിപ്പിച്ച് എഴുന്നേറ്റ് മോള് വന്നേ, ഇവിടെ ഇരുന്നാലേ ഡെസ്പ് അടിച്ച് ചാവാ. രണ്ടുപേര് സെന്റിയായിട്ട് ഇരിക്കുന്ന കണ്ടില്ല, നമുക്കകത്ത് പോയിട്ടെ കഥ പറഞ്ഞിരിക്കാം വാ എന്ന് വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാ ഗംഗ. അവൾ പോയി കഴിയുമ്പോഴേക്കും ശാരദയും രാധമ്മയോടായി അമ്മ എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അമ്മ എന്ന് സങ്കടത്തോടെ പറയേ. താങ്ങണം, താങ്ങിയല്ലേ പറ്റൂ. ഈ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടാവും. അരവിന്ദൻ പോയതോടെ തുടങ്ങിയതാ എല്ലാം. പിന്നെ ഒരു നേരം പോലും സന്തോഷവും സമാധാനവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ആരോ ക്ഷുദ്രം ചെയ്തതുപോലെ എന്ന് രാധമ്മ പറയുന്നവർക്ക് അങ്ങനെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ ആവത്തുള്ളമ്മ. ജയപാലൻ എന്ന് ശാരദയും. കലികാലത്ത് ദൈവങ്ങളൊക്കെ അനീതിയുടെയും അക്രമത്തിന്റെയും പക്ഷത്താണെന്ന് തോന്നുന്നു. വെച്ചടി കയറ്റമല്ലേ അവന്, നല്ലത് ചെയ്യുന്നവർക്ക് തകർച്ചയും. അത് കേട്ട് ശാരദയും കയറ്റമൊന്നുമില്ലമ്മ, ജയപാലൻ നശിക്കും, നശിച്ച് നാറാണക്കല്ല് പിടിക്കും, അത് നമ്മളുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണും എന്ന് ശാരദയും പറയുകയാ. ഇന്നോ നാളെന്ന് പറഞ്ഞിരിക്കുന്ന ഞാനാണോ ജയപാലന്റെ നാശം കാണാൻ പോകുന്നത് എന്ന് രാധമ്മയും ചോദിക്കുക. അമ്മ നോക്കിക്കോ അമ്മ, അമ്മ അത് കാണും, ദൈവം അത് കാണിച്ചു തരുമെന്ന് ശാരദയും പറയുകയാ. എനിക്ക് തോന്നുന്നത് ഈ വീടിനെന്തോ കുഴപ്പമുണ്ടെന്നാ എന്ന് രാധമ്മ പറയെ. വീടിനെന്ത് കുഴപ്പം? അമ്മ നേരത്തെ പറഞ്ഞതാ ശരി, അരവിന്ദേട്ടനായിരുന്നു ഈ വീടിന്റെ വെളിച്ചം അണഞ്ഞാ പിന്നെന്താ, ഇരുട്ടല്ലേ അമ്മ ബാക്കിയുള്ളൂ. വെളിച്ചമില്ലാത്ത വീട്ടിലൂടെ പഴയതുപോലെ നടന്ന നമ്മൾ ചിലപ്പോ വല്ല തൂണിലോ ചുമരിലോ പോയി ഇടിക്കും. അത് തൂണിന്റെയോ ചുവരിന്റെയോ കുഴപ്പമാണോ? അല്ല, ചെന്നിടിക്കുന്ന നമ്മുടെയും കുഴപ്പമല്ല, വെളിച്ചമില്ലാത്തതാ കുഴപ്പം. അത് അണഞ്ഞുപോയി, അതിനി ഈ വീട്ടിൽ തെളിയാനും പോകുന്നില്ല. അവര് തിരുവനന്തപുരത്ത് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം എനിക്ക് വിഷമമായിരുന്നു, പിന്നെ ആലോചിച്ചപ്പോഴാ മനസ്സിലായത് ഇവിടെന്താ ഉള്ളത്, ഒന്നുമില്ല. ഇവിടുന്ന് പോകുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? എവിടെയും വെളിച്ചത്തിന്റെ ഒരു തരി പോലും കാണുന്നില്ല. എല്ലായിടത്തും ഇരുട്ട് മാത്രമാണെന്ന് പറഞ്ഞ് മാലയിട്ട് വെച്ച അരവിന്ദേട്ടന്റെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്ന ശാരദയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജയപാലനാണ് തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണെന്നറിഞ്ഞ് കാവേരി ജയപാലനെ പോയി ചോദ്യം ചെയ്യുന്നതും നിലയുടെ ഓപ്പറേഷനുള്ള പണം ജയപാലൻ 3 ദിവസത്തിനകം ഇവിടെ കൊണ്ടുവന്നു തരുമെന്ന് അമ്മയോടും കൂട്ടരോടും കാവേരി ഉറപ്പിച്ചു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.